അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് ആമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വേദിയിലുള്ള വ്യക്തിത്വങ്ങളെ, ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, വളരെ അനുഗ്രഹീതമായ ഒരു വേദിയിലാണ് നാം ഉള്ളത്. മാനവ സമൂഹത്തിൻ്റെ ദിശാനിർണയ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും അതിൻ്റെ വിവരണമായ നബിയുടെ സുന്നത്തിൻ്റെയും പഠനം വളരെ ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ISMൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിൻ്റെ സംസ്ഥാന സംഗമത്തിലാണ് നാം ഇപ്പോഴുള്ളത്. നിങ്ങൾക്ക് ഈ പരിപാടിക്ക് ആശംസ നേരുകയാണ് എന്നിൽ അർപ്പിതമായ. മാത്രമല്ല, പ്രത്യേകമുണ്ടായ നാം നമ്മുടെ സമ്മേളനം പരിപാടികൾ എത്രയും വേഗം അവസാനിപ്പിക്കുവാൻ ഇതിൽ പങ്കെടുക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും സാഹചര്യമനുസരിച്ച് നിർബന്ധിതരാണ്. ദീർഘമായ ഒരു ആശംസ ഞാൻ നടത്തുന്നില്ല, എങ്കിലും രണ്ട് വാക്കുകൾ ഞാൻ ഒതുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 23 വർഷങ്ങളിലൂടെ അവതരിച്ച വിശുദ്ധ ഖുർആൻ അന്നത്തെ അറബി ഭാഷാ സാഹിത്യകാരന്മാരുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയായിരുന്നു. അത് ആ കാലഘട്ടത്തിൽ അവശേഷിച്ച ഒരു ഖുർആന്റെ അമാനുഷികതയാണ്. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഉമ്മി എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച പ്രവാചകനിലൂടെ ഖുർആൻ നടത്തിയ പല പ്രസ്താവനകളും വിശിഷ്യ പ്രപഞ്ച സത്യങ്ങളോട് സൂചന നൽകുന്ന, നമ്മുടെ ആകാശഭൂമിയെയും ഗോളങ്ങളെയും സംബന്ധിച്ച് സൂചന നൽകുന്ന ഖുർആൻ അമാനുഷികതയ്ക്ക് തെളിവായി നിൽക്കുകയാണ്. അഭ്യസ്ത വിദ്യരുടെ ലോകം ഖുർആനിലേക്ക് നോക്കിക്കാണേണ്ടത് ഖുർആൻ നടത്തിയിട്ടുള്ള ഇത്തരം പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഖുർആൻ ഒരു അമാനുഷികമാണ്, ദൈവീക ഗ്രന്ഥമാണ് എന്ന് സമർത്ഥിക്കുന്ന നിലക്കുള്ള ഖുർആന്റെ അധ്യാപനങ്ങൾ, ഖുർആനിക വചനങ്ങളും സൂറകളും പ്രത്യേക ശ്രദ്ധ കൊടുത്ത് പഠിക്കണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ മംഗളങ്ങളും നേരുകയും അള്ളാഹുവിങ്കൽ ഇതൊരു സ്വീകാര്യമായ അമലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ സംസ്ഥാന സംഗമത്തിലെ